മകരവിളക്കിനായി ഒരുങ്ങി ശബരിമല. മകരജ്യോതിയുടെ പുണ്യനിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് തീർത്ഥാടക ലക്ഷ്യങ്ങൾ. അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്തെത്തും. തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതിയും ആകാശത്ത് മകരനക്ഷത്രവും തെളിയും. മകരവിളക്കുത്സവത്തിന് തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് ടീം 24 ഒരുക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ഉണ്ട്, അരുൺരാജ് ഉണ്ട്, ശ്രീകുമാറുണ്ട്. ആദ്യം രാഹുലിലേക്ക് പോകുന്നു. രാഹുൽ, ഇന്നലെയൊക്കെ തിരക്ക് കുറഞ്ഞു എന്നൊരു തോന്നലുണ്ടാക്കിയെങ്കിലും യഥാർത്ഥത്തിൽ തിരക്ക് കുറവായിരുന്നില്ല. വലിയ തിരക്കുണ്ട്. മകരജ്യോതി ദർശിക്കാൻ 2 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇതിനോടകം അവിടെ തമ്പടിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഭദ്രമല്ലേ? കാര്യങ്ങളൊക്കെ സജ്ജമല്ലേ? ഹാഷ്മി, കാര്യങ്ങളൊക്കെ ഭദ്രമാണ്, കാര്യങ്ങളൊക്കെ ഭംഗിയാണ്. ഇതിനോടകം തന്നെ 2 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. ഈ ഓരോ നിമിഷവും ഓരോ മിനിറ്റിലും 90-ലധികം തീർത്ഥാടകരാണ് 18-ാം പടി കയറി സന്നിധാനത്തേക്ക് എത്തുന്നത്. കഴിഞ്ഞ മണിക്കൂർ വരെയുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ 35,000-ഓളം തീർത്ഥാടകരാണ് ഇന്ന് ഇതുവരെ ദർശനം നടത്തിയിട്ടുള്ളത്. ദേവസ്വം ബോർഡ് ഇന്ന് പറയുന്ന കണക്കനുസരിച്ച് 41,000 പേരാണ് വെർച്വൽ ക്യൂവിലൂടെയും സ്പോട്ട് ബുക്കിംഗിലൂടെയും ശബരിമല സന്നിധാനത്ത് എത്തേണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ ആകെ തീർത്ഥാടകരുടെ എണ്ണം ഏതാണ്ട് 2.5 ലക്ഷത്തിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഇനി ക്ഷേത്ര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മകരസംക്രമ പൂജയായിരുന്നു ഇന്ന് രാവിലെ നടക്കേണ്ട പ്രധാനപ്പെട്ട ചടങ്ങ്. അത് സൂര്യൻ ധനുവിൽ നിന്നും മകരത്തിലേക്ക് മാറുന്ന ശുഭമുഹൂർത്തത്തിൽ രാവിലെ ഏതാണ്ട് 8:45 ആ ചടങ്ങ് പൂർത്തിയായിട്ടുണ്ട്. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് എത്തിച്ച നെയ്യ് ഉപയോഗിച്ചുകൊണ്ടുള്ള നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പൂർത്തിയാകുകയും ചെയ്തു. ഇനിയുള്ളത് തിരുവാഭരണ ഘോഷയാത്ര ശബരിമല സന്നിധാനത്തേക്ക് എത്തേണ്ടതാണ്. അത് വൈകിട്ട് 5:30 ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്ര എത്തും. അത് ദേവസ്വം ബോർഡ് ജീവനക്കാർ അവിടെ സ്വീകരണം നൽകും. തുടർന്ന് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ക്ഷേത്ര സന്നിധിയിൽ അത് ഏറ്റുവാങ്ങും. ഇപ്പോൾ അരുൺശ്രീ നൽകുന്ന ദൃശ്യങ്ങളിലാണ് ആ പൊന്നമ്പലമേട്ടിലാണ് വൈകിട്ട് 6:45 മകരവിളക്ക് തെളിയേണ്ടത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ജനലക്ഷങ്ങൾ ഉള്ളത്. എന്താണെങ്കിലും പോലീസിന്റെ ഒരുക്കങ്ങളും പൂർണ്ണമായി കഴിഞ്ഞു. ഏതാണ്ട് 5,000-ഓളം പോലീസുകാരാണ് ഇവിടെ സുരക്ഷ ഒരുക്കാനായി എത്തിയിട്ടുള്ളത്. വൈകിട്ട് മലയിറങ്ങുന്ന 7 മണി മുതൽ 10 മണി വരെയുള്ള സമയം പ്രത്യേക ജാഗ്രത പാലിക്കണം. ഒന്ന് കാലിറിയാൽ വലിയ അപകടത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കേണ്ടി വരിക. അത്തരത്തിലുള്ള അപകടം ഉണ്ടാവാതിരിക്കട്ടെ. എന്തായാലും ഈ തീർത്ഥാടന കാലം ഇതുവരെ വളരെ ഭംഗിയായി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള കല്ലുകടി, ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധങ്ങളോ ഏതെങ്കിലും തരത്തിൽ കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ വളരെ മനോഹരമായി കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞു. അതെന്തായാലും അവർ അതിൽ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുമുണ്ട്. നിലയ്ക്കൽ നിന്നും ശ്രീകുമാർ ചെയ്യുന്നു. ശ്രീത്ത്, ഒരു 3 ദിവസത്തെ ഒരു മഴ പ്രവചനം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നടത്തുന്നുണ്ട്. അത് നിലയ്ക്കലടക്കമുള്ള കാര്യങ്ങൾക്ക് അത് ബാധകവുമാണ്. വലിയ മഴ അല്ലെങ്കിൽ കൂടിയും അന്തരീക്ഷം എങ്ങനെയാണ്? നിലയ്ക്കലെ തിരക്ക് എങ്ങനെയാണ് ശ്രീത്ത്? ഹാഷ്മി, മഴയൊന്നും പെയ്യില്ലെന്നേ. അങ്ങനെ മഴയൊന്നും പെയ്യാനുള്ള സാധ്യത എന്തായാലും നിലവിലില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നട്ടപ്പൊരി വെയിലത്താണ്. നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ നല്ല കാറ്റടിക്കുന്നുണ്ട്. മലയാണ്, ശബരിമലയാണ്, അതുകൊണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. നിലയ്ക്കൽ ബസ് സ്റ്റാൻഡ്, നിലയ്ക്കൽ ആ പാർക്കിംഗ് ബസ് സ്റ്റാൻഡ് ഒക്കെ ഉള്ള പ്രദേശമാണിത്. ഇവിടെ തീർത്ഥാടകർക്ക് 10 മണി മുതൽ നിയന്ത്രണമുണ്ടായിരുന്നു. രാവിലെ 10 മണി മുതൽ ഒരു കാരണവശാലും കടത്തിവിടില്ല പമ്പയിലേക്ക് എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 10 മണി മുതൽ തന്നെ വാഹനങ്ങൾക്ക് KSRTC ബസ് അടക്കം ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വാഹനങ്ങൾ 1-2 വാഹനങ്ങളായി പതിയെ പമ്പയിലേക്ക് കടത്തിവിടുന്ന കാഴ്ചയാണ്. തീർത്ഥാടകരുണ്ട്. ഇതൊന്നും ആയിരുന്നില്ല രാവിലെ തിരുവാഭരണം ഈ മേഖലയിലേക്ക്, നിലയ്ക്കൽ ക്ഷേത്രത്തിന് പരിസരത്തേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടായിരുന്ന കാഴ്ച. ഇതൊന്നുമായിരുന്നില്ല. DIG സജ്ജാബിഗത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് തീർത്ഥാടകരെ നിയന്ത്രിക്കാൻ വല്ലാത്ത തോതിൽ പാടുപെടുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. എന്തായാലും നിരവധി വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ പമ്പയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് മകരജ്യോതി ദർശനത്തിനായി ആ മലയിലേക്ക് കയറാൻ ഒരുങ്ങി അവർ നിൽക്കുകയാണ് എന്ന് തന്നെയാണ്. ഇപ്പോഴും മലയിലേക്ക് ശബരിമല സന്നിധാനത്തിലേക്ക് ആളുകൾ കയറുന്നുണ്ട്. കാര്യമായ കുഴപ്പങ്ങളില്ല. കഴിഞ്ഞ തവണയൊക്കെ ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ ആളുകൾ ഇടിച്ചുകുത്തി ഓരോ ബസ്സിലും കയറുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ ഈ തീർത്ഥാടന കാലം നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡിനെയും അധികൃതരെയും നമുക്ക് അഭിനന്ദിക്കാത്ത തരമില്ല. അവർ കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. പോലീസിൻ്റെ കൃത്യമായ ഡ്യൂട്ടി അവർ ചെയ്തു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സുഗമമായ തീർത്ഥാടന കാലം ഉണ്ടായത്. ഇത് വൈകുന്നേരം വരെ അല്ലെങ്കിൽ തീർത്ഥാടന കാലം കഴിയും വരെ നിൽക്കട്ടെ എന്നാണ് നമുക്കും ആഗ്രഹിക്കാനുള്ളത്, നമുക്കും പറയാനുള്ളത്. എന്തായാലും പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്തൊരു തീർത്ഥാടന കാലം സുഗമമായി അവസാനിക്കുകയാണ്. അതിൻ്റെ പര്യവസാനം എന്ന തരത്തിൽ ഇന്ന് മകരജ്യോതി ദർശനമുണ്ട്. അതിനുവേണ്ടി തീർത്ഥാടകർ ഒരുങ്ങിയിരിക്കുകയാണ്. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, നന്നായി പോകുന്നു. മഴ പെയ്യാതിരിക്കട്ടെ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. മഴ ഉണ്ടാവില്ല എന്ന് തന്നെ. അതോ പെയ്യാൻ തന്നെ നേരിയ ചാറ്റൽ മഴ ആയിട്ട് പോട്ടെ, ചൂടിന് സമരം ഉണ്ടാവുകയും ചെയ്യുമല്ലോ. ഓക്കെ ശ്രീകുമാർ, എന്തായാലും സന്നിധാനത്ത് മാറാനുണ്ടായിരുന്നു. അരുൺ, ഈ മകരവിളക്ക് കാണുക എന്നുള്ളത് ഭക്തർക്ക് പുണ്യമാണ്. അവരതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമായി നേരത്തെ തന്നെ അതത് പോയിന്റുകളിലേക്ക് 10ഓളം പോയിന്റുകളിലേക്ക് എത്തുന്നുണ്ട്.
അങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്ത വേറെയും ഭക്തലക്ഷങ്ങളുണ്ട്. അവർക്ക് മകരവിളക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ അവരെ കൂടി പരിഗണിച്ച് മകരവിളക്കിൻ്റെ മണിക്കൂറുകൾ ഏർപ്പാടാക്കുന്ന സജ്ജീകരണങ്ങൾ എങ്ങനെയാണ്? ലക്ഷ്മി, വിപുലമായ സജ്ജീകരണമാണ് 24 കൂടി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുന്നത്. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് കഴിഞ്ഞ 2 ദിവസമായി ശബരിമലയിലേക്ക് എത്തിയ തീർത്ഥാടകരുടെ എണ്ണമാണ്. അത് ഈ ശബരിമലയിലേക്ക് എത്തിയ തീർത്ഥാടകർ ഇതിനോടകം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്, വിരിവിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനപ്പുറം വലിയൊരു ജനസമൂഹം പുറത്ത്, ഈ പ്രേക്ഷകരായി അടക്കം പുറത്തുണ്ട്. അവർക്ക് സ്വാഭാവികമായും ഒരു വർഷത്തെ കാത്തിരിപ്പാണ് മകരജ്യോതി കാണുക, ആ മകരജ്യോതി കണ്ട് ഇന്നത്തെ മഹാദീപാരാധന അടക്കം കാണുക എന്നുള്ളത്. അതിന് വിപുലമായ സജ്ജീകരണങ്ങൾ നമ്മുടെ എല്ലാ റിപ്പോർട്ടർമാരും വിവിധ ഇടങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട തത്സമയ വിവരങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കും. 6:30 ദീപാരാധന, അത് മഹാദീപാരാധന ഉണ്ടാകും. കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. സ്വാഭാവികമായും യോഗീശ്വരനായ അയ്യപ്പൻ ആയുധഭാവത്തിൽ അത് യോദ്ധാവായി മാറുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഈ ഇന്നത്തെ ദീപാരാധനയ്ക്ക് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പുറത്തു നിന്നുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് അത് രാവിലെ മുതൽ തന്നെ വലിയ തോതിലുണ്ട്. 1 മണിക്കൂറിനകം തന്നെ പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിടുന്നത് പൂർണ്ണമായും നിരോധിക്കും. അതിനുശേഷം തിരുവാഭരണമായിരിക്കും ഉണ്ടാവുക. തിരുവാഭരണം ശരംകുത്തിയിൽ വെച്ചാണ് ദേവസ്വം ബോർഡ് സ്വീകരിക്കുക. അതിനുശേഷമായിരിക്കും തുടർന്ന് ഈ കർപ്പൂരാഴിയുടെ അകമ്പടിയോടെ സന്നിധാനത്തേക്ക് എത്തുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുളത്തുങ്കൽ ഗംഗാധരന്റെ മകൻ ഉണ്ണികൃഷ്ണന്റെ ശിരസിലേറിയാണ് ഈ സ്വർണ്ണാഭരണങ്ങളടങ്ങിയ ഈ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ എത്തുന്നത്. എന്തായാലും വലിയ ആകാംക്ഷയിലാണ് ഈ തീർത്ഥാടകരെല്ലാം തന്നെ. വലിയ ഭക്തി സായുധ്യമായ ഒരു അന്തരീക്ഷം. സ്വാഭാവികമായും ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ് ശബരിമലയും ഈ സന്നിധാനവും അയ്യപ്പന്റെ പൂങ്കാവനവും എല്ലാം. ഹഷ്മി. ഓക്കെ, ആർ അരുൺ രാജാണ് അതിൻ്റെ വിവരങ്ങൾ നൽകിയത്. വിപുലമായ ഒരുക്കങ്ങൾ 24 അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ തീർത്ഥാടനകാലം വളരെ മനോഹരമായി, വളരെ ഭംഗിയായി, സമാധാനപരമായി കൊണ്ടുപോകാൻ കഴിഞ്ഞു. അപ്പോൾ അത് തുടരട്ടെ വരും ദിവസങ്ങൾ കൂടി. എന്തായാലും പോലീസ് ഈ പറയുന്ന 10 പോയിന്റുകളാണ് തീർത്ഥാടകർക്ക് അല്ലെങ്കിൽ ഭക്തർക്ക് നിർദ്ദേശിക്കുന്നത്. അതിനപ്പുറമുള്ള പുതിയ പോയിന്റുകളിലേക്ക് പോകരുത് എന്ന് പോലീസ് അഭ്യർത്ഥിക്കുന്നുണ്ട്. ആ അഭ്യർത്ഥന മുഖവിലേക്ക് എടുക്കണം. കാര്യം വളരെ സുഗമമായി തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസ് സംവിധാനവും കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്.